ഹലോ, ഞാൻ ബിന്നി. അപ്പൊ ഞാൻ ഇന്ന് ബിഗ് ബോസ് കണ്ടു. സീസൺ 7 ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ്. അപ്പൊ അഞ്ചാമത്തെ ദിവസം ഞാൻ ഇന്ന് എന്തായാലും കണ്ടു. അത് അഞ്ചാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് തന്നെ തേജബായുടെ പാട്ടും വെച്ചോണ്ടാ. മറ്റേ മതിലൊക്കെ ഞാനെന്ന് പറഞ്ഞ പാട്ട്, ആ പാട്ടും വെച്ചോണ്ടാണ് തുടക്കം തുടങ്ങി ഡാൻസ് കളിക്കാൻ തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ കാട്ടിയത് രേണുസുതിയുടെ കോപ്രായങ്ങളാണ്. രേണുസുതിക്ക് ഇപ്പോഴാണ് മറ്റേ കിച്ചുവിനെ കുറിച്ച് ഓർമ്മ വന്നത്. കിച്ചുവിനെ കുറിച്ച് കുറെ പട്ടിഷോ പോലെ കിടന്ന് കരഞ്ഞ് മെഴുകിയൊക്കെ കാട്ടിയായിരുന്നു. അതായത് അതായത് ഇപ്പോഴാണ് അവൾക്ക് കുടുംബത്തിൽ നിന്ന് മാറി നിന്നതിന്റെ ഒക്കെ വിഷമം അങ്ങോട്ട് ഉദിച്ചു വന്നിട്ടുള്ളൂ. ആ, കൂടുതലൊന്നും പറയാനില്ല, കാരണം ഇതൊക്കെ ക്യാമറയ്ക്ക് മുമ്പിൽ കാട്ടുന്ന കോപ്രായാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതെന്തോ ആയിക്കോട്ടെ. പിന്നെ എന്താന്ന് പറഞ്ഞാ ഈ രേണുസുതി മറ്റേ അനീഷുമായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കി കലപില 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 എന്ന് പറഞ്ഞ് എന്ത് ഈ കോളനിയിലൊക്കെ ഉള്ള പെണ്ണുങ്ങള് പറയില്ലേ, അതേപോലെ ഈ ചറ പറഞ്ഞ് ഈ ചെലക്കണു. മലയാളത്തിൽ പറയണെങ്കിൽ അങ്ങനെ ഭയങ്കര ചല വേർപ്പിക്കണതേ. അത് കഴിഞ്ഞ് പിന്നെ കാട്ടിയതെന്ന് പറഞ്ഞാൽ ഇത് തന്നെ കാട്ടിയത് മറ്റേ നെവീൻ മറ്റേ എന്തോ ഒരു മോഡലോ എന്തോ സംഭവമാണ്, ഒരു മുടി വളർത്തിട്ട് അവൻ ഏതോ ഒരു കണ്ടസ്റ്റന്റ്, അതായത് ഒരു ലേഡി കണ്ടസ്റ്റന്റിന്റെ കൈ കയറി പിടിച്ച് മുതലെടുക്കുന്ന ഒരു സീനായിരുന്നു പിന്നെ കണ്ടത്. അതെന്തായിക്കോട്ടെ. പിന്നെ ഇങ്ങനൊക്കെ വെറുപ്പിക്കലെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം. അതായത് എന്തോന്നൊക്കെ കാട്ടിക്കൂടണം ശരിക്കും. പിന്നെ ഒരു ടാസ്ക് വന്നൊക്കെ എന്താ അത് ആർക്കോ പേര് എനിക്ക് ഓർമ്മയില്ല. മറ്റേ പണിപ്പുരയിൽ 20 സെക്കൻഡ് കയറിയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോരെ. അതായത് ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളും അങ്ങനെ കണ്ടെടുത്ത് 500 പോയിന്റിന് കൂടുതൽ പറയാൻ പാടില്ല. എടുത്തു വന്നപ്പോ കണ്ട് 690 അത്ര കണ്ടായി. അതെനിക്ക് ശരിക്കും ഓർമ്മയില്ല. 690 കണ്ട്, ബാക്കി 190 കൂടുതൽ അവിടെ തുടങ്ങി അപ്പാനി രവി അല്ലല്ല, അത് അങ്കവാലിയുടെ കഥാപാത്ര. അപ്പാനി ശരത്ത് പിന്നെ മുട്ട അവിടെ എന്തൊക്കെ കിടന്ന് കാട്ടിക്കൂട്ടുണ്ട്. എന്തായാലും അതന്നെ. പിന്നെ ഇതന്നെ ഈ എന്തൊക്കെ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞ് കുറച്ച് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി കഴിഞ്ഞ് ഇവർക്ക് ബിഗ് ബോസിൽ കപ്പടിക്കാന്ന ഇവരുടെ വിചാരം. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ മറ്റേ ഒഞ്ഞിയന്മീല് അവനും മറ്റേ റേന ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു കൊച്ചു കുഞ്ഞുണ്ട്, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള ഒരു അധികം പ്രായമൊന്നുമില്ലെന്ന് തോന്നുന്നു. അവരായിട്ട് പിന്നെ അവിടെ കിടന്ന് എന്തോ അടിപിടി, എന്താണ്ട് അടിപിടി. അതായത് അവർ രണ്ടുപേരും മുട്ടെന്നല്ല, എന്നാണ്ട് കിച്ചണിൽ എന്നാണ്ട് ചെയ്തുന്നോ എന്നാണ്ട് ചെയ്യാത്തതിനോ അങ്ങനെയൊക്കെ പറഞ്ഞ് തല്ലുണ്ടാക്കിയേ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അനുമോളും കയറി വന്നുണ്ട്. അനുമോളും കയറി വന്ന് എന്നാണ്ടൊക്കെ ഈ ഇവിടെ ഉള്ള എന്തിട്ടാ അവിടെ ഉള്ള അടിപിടിയിൽ കൂട്ടു നിൽക്കുമെന്ന് അറിയില്ലേ, ആ സെയിം സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ബാക്കി എല്ലാവരും കയറി അതിൽ പിടിച്ചു, വലിയൊരു പിടിച്ചിട്ടുണ്ട്. എന്തായാലും പോട്ടെ. അത് കൊണ്ട് തന്നെ അനുവിന് എന്നിട്ട് മറ്റേ പിന്നെ അത് കഴിഞ്ഞിട്ടാണ്, അതായത് അനുവാണ് ഇന്നിപ്പോ മൊത്തമായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് എനിക്ക് തോന്നണം. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ അനുവും മറ്റേ ആര്യൻ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്, അവരായിട്ട് വീണ്ടും പ്രശ്നം. ഇതാണ് ഞാൻ പറഞ്ഞത്, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാക്കി ജയിക്കാന്ന് അങ്ങനെയുള്ള സംഭവമാണ് ഇവർ വിചാരിക്കുന്നത്. എനിക്ക് കൂടുതൽ അറിഞ്ഞൂടാ. എന്തായാലും ചവറ് പരിപാടിയായിട്ട് തോന്നി. ഈ പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞാൽ ആര്യൻ എന്ന് പറഞ്ഞാൽ ഈ അനുവിനെ മാഡം എന്ന് പറഞ്ഞ വിളിച്ചത് കളിയാക്കി. മാഡം എന്ന് അങ്ങോട്ട് വിളിച്ച് മാഡം ഇങ്ങോട്ട് നിൽക്കോ അങ്ങനെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് എന്തോ കളിയാക്കല്. പിന്നെ അതിനെ പറ്റി കുറയും ഈ അനുമോളിനും അവിടെ സീൻ ഉണ്ടാക്കി അവിടെ ഒരു ഡ്രാമ കളിച്ച് അനുമോള് പറഞ്ഞു മാഡത്തിനെ വിളിച്ച് കളിയാക്കരുത്, അങ്ങനെ ഇങ്ങനെ എന്നാടൊക്കെ പറയണ്ടേ. എന്തായാലും മറ്റേ ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് അനുമോള് കുറച്ചു നേരം കഴിഞ്ഞപ്പോ മറ്റേ ഈ പിള്ളേരൊക്കെ പണ്ട് കളിക്കില്ലേ ഒളിച്ചു സാറ്റ് കളിക്കണ പോലെ പോയി ഒരു കരയണേ സൗണ്ടൊക്കെ കേൾക്കണ്ട്. കണ്ണീരൊന്നും അറിഞ്ഞൂടാ, സൗണ്ടൊക്കെ കേൾക്കണ്ടേ, അത് കരയണേന്റെ സൗണ്ട്. എന്തായാലും എന്തൊക്കെയായിരുന്നു. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ക്യാപ്റ്റൻ ആരാന്നുള്ള തെരഞ്ഞെടുപ്പ്. അതില് ക്യാപ്റ്റൻ അതായത് ഇപ്പോഴത്തെ ക്യാപ്റ്റനായിട്ടുള്ള എല്ലാവരും വെറുപ്പിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ മറ്റേ കോമണർ അനീഷ്, അവന്റെ സംസാരവും നടത്തിയും ശൈലിയും എല്ലാരും കൊണ്ട് വെറുപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവനായിട്ട് മറ്റേ ശരത്ത് അപ്പാനി ശരത്ത്
അവനായിട്ട് അവനും മനീഷുമായിട്ടാണ് മെയിൻ പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് ഗെയിം കളിയാണ്, പക്ഷെ അതെന്തോ വലിയ സംഭവമായിട്ട് മറ്റേ അപ്പാനിശരത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നം. പിന്നെ അതിന്റെ ഇടയ്ക്ക് അപ്പാനിശരത്ത് ശരിക്കും അവനൊന്ന് ഊക്കണ പോലെ ഒരു വർത്താനം പറഞ്ഞു. അതായത് എന്റെ ശബ്ദമൊന്നും നേരെയാവാൻ കാത്തിരിക്കുന്ന നിന്നെ ഞാൻ കാട്ടിത്തരാന്നൊക്കെ പറയണ്ടേ, ശരിയാക്കി തരാന്ന് പറയണ്ടേ. അതെന്താണോ എന്ന് പറഞ്ഞൂടാ. അത് ഇനിയിപ്പോ മറ്റേ അങ്കോരുടെ ഇതിൽ അപ്പൻജിയുടെ ബാധ കയറിയിട്ടുണ്ടാവും. എന്തോ ആയിക്കോട്ടെ, ഗെയിമല്ലേ, അപ്പൊ പിന്നെ ഇതല്ല ഇതിലപ്പുറം നടക്കും. ഓ പിന്നെ പിന്നെ ജയിലില് അവിടുത്തെ, അതായത് ഈ ആഴ്ചയിലെ കണ്ട് ജയിൽ നോമിനേഷൻ അതിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം ജയിലും കണ്ട് ഈ പ്രാവശ്യം അനീഷ് തന്നെ ഉദ്ഘാടനം ചെയ്തു. കാരണം പുള്ളിയുള്ള ഫസ്റ്റ് ക്യാപ്റ്റൻ. അപ്പൊ പുള്ളി ഫസ്റ്റ് ക്യാപ്റ്റൻ, പുള്ളി തന്നെ ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ ആളായിട്ട് മറ്റേ അനീഷ് തെരഞ്ഞെടുത്തത് അപ്പാനി രവിനെ. വീണ്ടും വന്നു അപ്പാനി രവി. അപ്പാനിശരത്തിനെ ആദ്യത്തെ ജയിലിൽ പോകാനായിട്ടുള്ളത്. പിന്നെ കൂട്ടത്തില് അവിടെ തെരഞ്ഞെടുപ്പായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവർക്ക് ഇങ്ങനെ പോകാന്ന്. പിന്നെ അതായത് ഗെയിം തല്ലി ഷാനവാസ് ക്യാപ്റ്റനായി. അതെ അതെ, ഗെയിം മറ്റേ ഒണിയമീലോ അങ്ങനെ കണ്ട ഗെയിം എന്തോ സംഭവം ഉണ്ട്. അതായത് ഇനി അടുത്ത പ്രാവശ്യത്തെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഷാനവാസാണ്. കാരണം അവർക്ക് കുറേ വോട്ട്, അവന് കുറേ വോട്ട്, അതായത് 10 വോട്ട് കണ്ട് അവന് കിട്ടി. അങ്ങനെ അവനാണ് തെരഞ്ഞെടുത്ത് അടുത്ത ക്യാപ്റ്റനായിട്ടിരുന്നു. എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ അടുത്ത ക്യാപ്റ്റൻ ആവണ്ടേ. കാരണം എല്ലാവരും പറയുന്നത് അവന്റെ സൗണ്ട് ഒക്കെ, അവനൊരു ക്യാപ്റ്റൻ ആവാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അവനെ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചിട്ട് അവനാക്കിയതാണ്. എന്തായാലും പുള്ളി തന്നെ ആയിക്കോളും അടുത്തത്. ഞാൻ പറഞ്ഞില്ലേ അടുത്തത്. അപ്പൊ അതവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയതെന്ന് പറഞ്ഞാൽ മറ്റേ ജയിൽ ഉദ്ഘാടനം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അനീഷ് ജയിൽ ഉദ്ഘാടനം ചെയ്ത് ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ അപ്പാനിശരത്ത്. അവൻ ഡയറക്റ്റ് വിട്ടതാ. അതായത് ഒരു ക്യാപ്റ്റന് ഒരാളെ ജയിലിലേക്ക് വിടാം. അപ്പൊ അനീഷ് വിട്ടത് അപ്പാനി രവിനെ, അപ്പാനി ശരത്തിനെ വിട്ടു. പിന്നെ വോട്ടെടുപ്പിൽ കൂടുതൽ വന്നത് അനുമോളാ. അപ്പൊ അനുമോളും അപ്പാനി ശരത്തും ജയിലില്. നോക്കണേ, അതായത് ഒരു എന്തൊരു സൗഹൃദ ജയില്. അങ്ങനത്തെ ഒരു ജയിലില് പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ചെരിച്ചിട്ടുണ്ടോ എന്താണ്ടൊക്കെ അവര് കാട്ടിക്കൂട്ടുണ്ട്. ഇത്തവണത്തെ അലക്കലോ അല്ലെങ്കിൽ ഒരു ജയിലോ അങ്ങനെയൊക്കെയാണ് അതിൽ കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും അതായിക്കോട്ടെ. കാരണം ജയിലെന്ന് പറഞ്ഞാൽ അവർക്ക് സുഭിക്ഷമായിട്ടാ. കാരണം ജയിലില് കഞ്ഞിയാണ്. പക്ഷെ കഞ്ഞി എന്ന് പറഞ്ഞാൽ 2 വലിയ ബൗള് കഞ്ഞി, അതേപോലെ തന്നെ തേങ്ങ ചമ്മന്തി, പിന്നെ അച്ചാറ്. ഉപ്പൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞൂടാ, ഉണ്ടാവേണ്ടതാണ്. അപ്പൊ ഇതൊക്കെയാണ് ജയിലിലെ മെനു, ജയിലിലെ നൈറ്റ് മെനു. പിന്നെ അത് കൂടാണ്ട് ജയിലിലൊരു ടാസ്കും കിട്ടി ഇവർക്ക്. ഈ ശരത്തിനും അതേപോലെ അനുമോളിനും ഒരു ടാസ്ക്. അതായത് 43 ചപ്പാത്തി വറുത്ത് ചുട്ടാ പോരാ. അതില് 15 ചപ്പാത്തി വട്ടത്തില് ചുട്ടണം, 13 ചപ്പാത്തി ത്രികോണത്തില് ചുറ്റണം, പിന്നെ 15 ചപ്പാത്തി മറ്റേ ചതുരാകൃതിയിലും ചുടണം. അപ്പൊ അങ്ങനെയൊക്കെ, അതായത് എന്താണ്ടൊക്കെ പറയണ്ട്. എന്ത് ഇത് ഹോട്ടലിലേക്ക് ബുക്ക് ചെയ്താണെന്നോ, ആരാണ്ട് വന്ന് തിന്നുന്നോ, അവര് ആകൃതിയിലൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാക്കുന്നോ, എന്താണ്ടൊക്കെ പറയണ്ടേ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ ചെയ്യണക്കാലം മുമ്പ് അവർ കഞ്ഞൂടി ഒരെണ്ണം കണ്ടായിരുന്നു. കഞ്ഞിക്കുടിയുടെ സമയത്ത് അനുമോളൊന്ന് ചെറുതായിട്ട് വേർപ്പിച്ചു. അതായത് അനുമോള് ടീസ്പൂണൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞു. കാരണം ആ പനിശരത്തും കഞ്ഞി കുടിച്ച് കൈ കൊണ്ടൊക്കെ തന്നെയാ. ഈ അനുമോള് കഞ്ഞി കുടിച്ചതാണ് കാണേണ്ടത്. അത് നെറ്റിൽ നോക്കിയാൽ കഴിഞ്ഞിപ്പോ ട്രോളൊക്കെ മിക്കവാറും വരും. ഒരു കൈ അങ്ങോട്ട് മൊത്തമായിട്ട് വായിലേക്ക് വെച്ചു. അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. കൈയുടെ ഇത്രയും ഭാഗം വായിലേക്ക് വെച്ചു. എന്തോന്നൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയില്ല. രണ്ടുപേരും അനുമോൾ എന്തായാലും വേർപ്പിച്ചു. അപ്പൊ അതാണ് അത്. പിന്നെ എനിക്ക് കണ്ടിട്ട് എന്തോ ഒരു മോശക്കേടായിട്ട് തോന്നിയത് ഇതാണ്, രണ്ടുപേരെ ആ ജയിലിൽ ഇട്ടിട്ട് പൂട്ടണു, താക്കോല് വെച്ച് പൂട്ടണു. ശരിക്കും അതെന്ന് പറഞ്ഞ നിയമവിരുദ്ധാണ്. കാരണം അങ്ങനെ ഒരു റൂളില്ല. റൂളില്ലെന്നല്ല,
അങ്ങനെ ചെയ്യുന്നത് കുറ്റകരമാണ്. അതായത് ഒരാളെ തടഞ്ഞു വെക്കുക അല്ലെങ്കിൽ പൂട്ടിയിടുക എന്നൊക്കെ പറയുന്നത് ഒരു കുറ്റകരമായ ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇതിപ്പോ രണ്ടുപേരെ മുറിയിലിട്ട് പൂട്ടിക്കണം. ഇതിപ്പോ ഒരു ഗെയിമിന്റെ പേരിലാന്ന് പറയുവാണെങ്കിൽ ബിഗ് ബോസിനായാലും ആർക്കായാലും തടി തപ്പാം. അപ്പൊ പിന്നെ അത് എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഇത്ര തന്നെ. അതായത് ജയിലിൽ ഇവരുടെ രണ്ടുപേരെയും ഒരു ഷോ അനുമോളൊക്കെ കരഞ്ഞു മെഴുകായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇവര് പറയാ ഞങ്ങള് രണ്ടുപേരും കലാകാരന്മാരാ. മറ്റേ അനുമോള് കലാരംഗത്തേക്ക് വന്നിട്ട് 11 കൊല്ലം, ഞാൻ 8 കൊല്ലായി. ഞങ്ങളൊക്കെ കലാകാരന്മാരാ, ഞങ്ങളെ തൊട്ട് കളിക്കണ്ട, ഞങ്ങള് പുറത്തിറങ്ങിയത് ഞങ്ങളെ കാട്ടിത്തരാം. അങ്ങനെ എന്താണൊക്കെ പറയണ്ടേ മറ്റേ അനീഷ് എന്ന് പറഞ്ഞ കോമണറിന്റെ അടുത്ത്. എന്തായാലും ആയിക്കോട്ടെ. എന്തായാലും ആ ശിഷ്യയില്ലേ അതാണ് കലക്കിയത്. വട്ടത്തിലുള്ള ചപ്പാത്തി 15, ത്രികോണത്തിലുള്ള ചപ്പാത്തി 13, ചതുരത്തിലുള്ള ചപ്പാത്തി 15. അതാണ് പൊളിച്ചത്. എന്തായാലും രസമായിട്ടോ. രസമല്ല, എന്തായാലും അത് കുറച്ച് കൂടുതലായി പോയി. അത് കഴിഞ്ഞ് ഇടയ്ക്കും കണ്ട ഒരു ബ്രേക്ക് പോലെ, ബ്രേക്കല്ല, ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബാത്റൂമിൽ അവിടെയൊക്കെ പോകേണ്ട കാര്യങ്ങള്. അപ്പൊ അനുമോളും അനുമോളും ഒരു ഗെയിം കളിക്കുക. അതില് ഗെയിം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അനുമോള് പരോളിന് ഇറങ്ങിയിട്ട്, ശരിക്കും അങ്ങനെയാണ്, പരോളിന് ഇറങ്ങിയിട്ട് ഒളിച്ചു പോയില്ലേ, അതായത് പിന്നെ തിരിച്ചേക്ക് പോകണ്ട. അതേപോലത്തെ ഒരു സംഭവം അനുമോള് ഇട്ട് കാട്ടി. ക്യൂട്ട്നെസ്സിന് വേണ്ടി ആയിരിക്കുള്ളൂ അനുമോൾ അത് കാട്ടിയത്. അതിന്റെ പിന്നാലെ അപ്പാനി ശരത്തും കാട്ടണ്ടായി. അത് എന്ത് കാര്യത്തിലാണെന്ന് മനസ്സിലായല്ല. എന്തായാലും വെറുപ്പിക്കലായി പോയി. രണ്ടുപേരും ഒരു ജയിൽ ചാട്ടം പോലെ ആയി പോയി ഇന്നത്തെ ആ പരിപാടി. ഇനിയിപ്പോ എന്തായാലും നാളത്തേക്കൊക്കെ നോക്കാം. നാളെ ചിലപ്പോ നോമിനേഷൻ എന്തോ സംഭവമൊക്കെ ഉണ്ടല്ലേ. നാളെ ശനിയാഴ്ച അല്ലേ. ഇന്നിപ്പോ വെള്ളിയാഴ്ച 12 മണി വരെ ഉള്ളൂ മറ്റേ വോട്ട് ചെയ്യണ സംഭവം. നാളെ ഞാനും ആദ്യമായിട്ട് കാണാണ് ഒരു എലിമിനേഷനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. അപ്പൊ നോക്കാം. മറ്റേ രേണുസൂതിക്കൊക്കെ എന്തോ ആണോ, കുറെ പേരുണ്ട് ലിസ്റ്റില്. ആദ്യം ആരായിരിക്കും പോകുന്നത്? രേണുസൂതി ആവാൻ വഴിയില്ല. കാരണം ഞാൻ ഇന്നാള് കേട്ടായിരുന്നു, ഇന്നാളല്ല, ഈ ഇതിലെങ്ങാണ്ട് എന്തോ ഇന്നലെ കണ്ട് കണ്ടായിരുന്നു. മറ്റേ ബിഗ് ബോസിൽ സെർച്ച് ചെയ്ത ലിസ്റ്റില് രേണുസുധിയുടെ ലിസ്റ്റ് വന്നിട്ട് 20 ലക്ഷം അങ്ങനെ കണ്ടു വന്നു. പിന്നെ 2ാം സ്ഥാനത്ത് അനുമോള് 7 ലക്ഷം. ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞൂടാ. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇതാണ് എന്റെ ആദ്യത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് റിവ്യൂ. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ഇടാം, ഇല്ലെങ്കിൽ നമ്മൾ നിർത്തുന്നത്. ശരി.